ഓക്കെ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മലയാളിയൻ വെളിയിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയൽ പെരേര. സോ ഇന്ന് അയർലൻഡിൽ തനിക്ക് ജോലി കിട്ടിയ കഥ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് എൻ്റെ കൂടെ വരുന്നത് അശ്വിൻ ഫ്രം കോഴിക്കോട്. അശ്വിൻ, ഹായ്. സോ അശ്വിൻ, നിങ്ങൾക്ക് അയർലൻഡിൽ അശ്വിൻ എങ്ങനെയാണ് ജോലി കണ്ടെത്തി എന്നുള്ളത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ അശ്വിനെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഞാൻ ഡാനിയലിൻ്റെ ഫ്രണ്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ അയർലൻഡിൽ വന്നിട്ട് ഒരു 1.5 വർഷമായി. കഴിഞ്ഞ പോലെ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ UCDയിലാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി പഠിച്ച് കഴിഞ്ഞ് ജോലി സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 months ആയിട്ട് ഞാൻ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പഠിച്ചതൊക്കെ ഡബ്ലിനിലാണ്, പക്ഷേ ഞാൻ കോർക്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ കോർക്കിലുള്ളൊരു സ്വകാര്യ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പ്രോസസ് എഞ്ചിനീയറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഞാനിതിന് ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുന്നേ നാട്ടിൽ ഒരു 2 കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ. അതിൻ്റെ ശേഷം ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുള്ളൊരിതിൽ അയർലൻഡ് തിരഞ്ഞെടുത്തതാണ്. എന്തുകൊണ്ട് അയർലൻഡ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഫാർമ ഫീൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കുറേ അധികം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്. യൂറോപ്പിലൊരു ഫാർമ ഹബ്ബ് തന്നെയാണ് അയർലൻഡ്. പിന്നെ ഇപ്പോൾ ബ്രെക്സിറ്റ് പോലുള്ള കാര്യങ്ങൾ കാരണം കുറേ സോഷ്യൽ ചേഞ്ചുകളും വന്നിട്ടുണ്ട്. അതായത് സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ചേഞ്ചസ് യൂറോപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കമ്പനീസ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ UK നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയർലൻഡിൽ കമ്പനീസിന് ടാക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും അയർലൻഡ് ബേസ് ആയിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ അയർലൻഡ് ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി കൺട്രി കൂടിയാണ്. അപ്പോൾ കുറേ കമ്പനീസ് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് ഒരു കരിയറിന് ഒരു ബൂസ്റ്റ് കിട്ടുന്നൊരു ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അയർലൻഡ് തിരഞ്ഞെടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ടാലൻറ്റിന് ആവശ്യമുണ്ട്. എപ്പോഴും ഒരു കണ്ടിന്യൂസ്ലി എന്താ പറയുക ഗ്രോയിങ് റിക്വയർമെൻ്റ് ഉള്ളൊരു രാജ്യമാണ് അയർലൻഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ക്വാളിറ്റി വൈസും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വൈസും ഇതൊരു നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അയർലൻഡ് തിരഞ്ഞെടുത്തത്. പിന്നെ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ UCDയിലാണ് പഠിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കരിക്കുലം ആയിരുന്നു അവിടെ എനിക്ക് തോന്നിയത്. ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ മോഡ്യൂൾസിലൂടെ പോയി നോക്കിയപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഈ കോഴ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഈ ഫാർമ ഫീൽഡിൽ തന്നെ പല പല കോഴ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് തന്നെ എടുത്തത്. ഇനി ഞാൻ എങ്ങനെ ഒരു ജോലി അയർലൻഡിൽ കണ്ടുപിടിച്ചു, പഠനത്തിന് ശേഷം എങ്ങനെ ഒരു ജോലി കണ്ടുപിടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ആക്ച്വലി ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുക, അതിൻ്റെ അവസാനം കുറേ കമ്പനീസ് വന്ന് റിക്രൂട്ട് ചെയ്യുക, അങ്ങനെ ഒരു സിസ്റ്റം അല്ല അയർലൻഡിലുള്ളത്. അതെനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു സിസ്റ്റമാണ് തോന്നുന്നു. ലൈക്ക് ഈവൺ അത് US ആണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അത് ഈ പറയുന്നൊരു സിസ്റ്റം അല്ല. അതായത് ഇന്ത്യയിലുള്ള പോലെ റിക്രൂട്ടേഴ്സ് വന്ന് എടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ വരുമായിരിക്കും, പക്ഷെ പൊതുവേ ഉള്ളൊരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളുടെ എഫേർട്ട് വെച്ച് ജോലി കണ്ടുപിടിക്കുക. അതായത് നമ്മൾ തന്നെ കരിയർ ഫെയർസിൽ പോവുക, റിക്രൂട്ടേഴ്സായിട്ട് സംസാരിക്കുക, അവരുടെ ജോബ് റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ UCDയിൽ തന്നെ ഞാൻ ചെന്ന് 2ാമത്തെ ദിവസം തന്നെ അവർ കരിയർ ഫെയർ ഓർഗനൈസ് ചെയ്തു. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ആയിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയം തൊട്ട് തന്നെ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ അടുത്ത കൊല്ലമായിരിക്കും അവർക്ക് ആളാവശ്യം ഉണ്ടാവുക, പക്ഷേ അതിനെക്കാട്ടിലും അവർ കമ്പനീസിന് അത് നേരത്തെ ഏർലി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ പ്രിഫർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. പ്രത്യേകിച്ച് അത് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുടെ കേസുകളിലൊക്കെ അവർ ഏർലി റിക്രൂട്ട്മെൻ്റ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കൊരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതിൽ 2ലേക്കും പോകാനുള്ളൊരു ചോയ്സ് ഉണ്ടായിരുന്നു. അതായത് 2 കൊല്ലം എന്ന് പറഞ്ഞാൽ അത്ര കൂടിയ എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ വേണമെങ്കിൽ എനിക്ക് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകാം, അതല്ല ഒരു റെഗുലർ ജോബിലേക്ക് പോകാം എന്നുള്ള 2 ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഓപ്ഷൻസും ഓപ്പൺ ആക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. പിന്നെ മെയിനായിട്ട് അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ ഫെയറിന് പോകുമ്പോഴും നമ്മൾ റിക്രൂട്ടേഴ്സായിട്ട് സംസാരിക്കും. അങ്ങനെ അവർ ഒന്നിലധികം തവണ ക്യാമ്പസിൽ വരും. അപ്പോൾ നമുക്ക് അവരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് CV ഷെയർ ചെയ്യുക, അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് എപ്പോഴും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റിക്വയർമെൻറ്റിനനുസരിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം ഒരു കരിയർ പോർട്ടലിൽ കയറിയിട്ട് എല്ലാം
ജോബ് റോളുകൾക്കും അപ്ലൈ ചെയ്യാന്നുള്ളതിനെക്കാട്ടിലുപരി നമുക്ക് താല്പര്യമുള്ള അതേസമയം കമ്പനിക്ക് ആവശ്യമുള്ള റോളിലേക്ക് സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പോൾ CV-ൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് അങ്ങനെ ഉള്ളത്. ഇപ്പോൾ ഒരു കമ്പനിക്ക് CV നമ്മളൊരു കമ്പനിക്ക് ഒരു റോളിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക എന്നുള്ളതാണ്. ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് CV ടൈലർ ചെയ്യുക. വൺ CV ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ വർക്ക് ചെയ്യില്ല ഒരിക്കലും. അതായത് ഇപ്പോൾ ഒരു ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ജോലീൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ CV-യിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ എപ്പോഴും ഒരു എക്സ്ട്രാ ഒരു കരിക്കുലർ ഒരു സെക്ഷനും കൂടി ഉണ്ടാകുന്ന എപ്പോഴും നന്നായിരിക്കും. കാരണം പഠനം ഇവിടുത്തെ ഒരു ഐറിഷ് കൾച്ചർ അനുസരിച്ച് അവർ ജോലിക്കും വർക്ക് ലൈഫ് ബാലൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സൊസൈറ്റിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലി എന്ന് പറയുന്ന ഒരു റെഗുലർ 9 to 5 സമയത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മളെപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഒരു CV പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളത്. എനിക്കൊരു ജോലി എങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ജോലി കണ്ടുപിടിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ന് അപ്ലൈ ചെയ്യുക നാളെ ജോലി കിട്ടുക മറ്റന്നാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ അല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ചിലപ്പോൾ കമ്പനിക്ക് റിക്വയർമെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ പേഷ്യൻസോട് കൂടിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഈ ഒരു ഫീൽഡിലുള്ള കമ്പനീസിനെ കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കരിയർ ഫെയറുകളിൽ പോയ സമയത്ത് അവർ പുതിയ പുതിയ കമ്പനികളായിട്ട് അവരുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ് പോർട്ട്ഫോളിയോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട കമ്പനികൾ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള തന്നെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഡൊമൈനിൽ നിന്ന് എനിക്ക് വേറെ ഒരു പുതിയ കാര്യം പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം എന്നല്ല, പുതിയത് എന്തെങ്കിലും പഠിക്കണം. അതായത് പിന്നെ ഈ കോഴ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും കൂടി അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്പെസിഫിക് ആയിട്ടുള്ള റോളുകൾ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഞാൻ അതിലുള്ള കമ്പനീസ് എന്താണെന്ന് നോക്കാൻ തുടങ്ങി. എന്നിട്ട് കുറേ കമ്പനീസിന് അപ്ലൈ ചെയ്തു. എല്ലാ കമ്പനീസിനും അപ്ലൈ ചെയ്യുന്ന എല്ലാ കമ്പനീസിനും കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് മെയിനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാന്നതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് സാധ്യത കൂടുതലാണ് റിജക്ഷൻ മെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് എപ്പോൾ മറ്റേ മെയിൽ ബോക്സ് തുറന്നാലും പുതിയ പുതിയ റിജക്ഷൻ മെയിലുകളായിരിക്കും കാണുക. പക്ഷെ അതൊന്നും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇതല്ലാന്ന് മനസ്സിലാക്കുകയാണ് മെയിനായിട്ടുള്ള കാര്യം. അതൊക്കെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മളെ പിന്നെ എന്താ പറയുക നമ്മളെ എത്രമാത്രം എഫേർട്ട് അതിൽ കൊടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനപ്പോൾ ഇങ്ങനെ ഒരു കമ്പനീനെ കുറിച്ച് നോക്കിയപ്പോൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. ആ കമ്പനിയിൽ എൻ്റെ ഒരു വർക്ക് എങ്ങനെയായിരിക്കുന്നു, അതായത് ആ കമ്പനീൻ്റെ ഒരു ഗ്ലോബൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിച്ചു. അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, അപ്പോൾ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എക്സ്പോഷർ എത്രത്തോളം ഉണ്ടാവും, ആ റോളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഈ ഒരു റോൾ ഞാനിങ്ങനെ അഡ്വർടൈസ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അതിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഞാൻ അതേ റോള് തന്നെ വേറൊരു കമ്പനിയിൽ നോക്കിയപ്പോൾ എനിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി ഓരോ റിജക്ഷൻ കിട്ടുമ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അത് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ കിട്ടി. ഒരു 2 റൗണ്ട് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ ഓഫർ ലെറ്റർ തന്നു. അങ്ങനെയാണ് ജോലി കണ്ടുപിടിച്ചത്. ഇപ്പോൾ എല്ലാ കമ്പനീസിനും ഒരേ പ്രോസസ്സ് ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ IT-ലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറേ റൗണ്ടുകൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോളുകൾ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ചില സ്ഥലത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ കമ്പനി ഓരോ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് മാറി വരുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത മൂവ്, അതായത് ഒരു ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം വന്ന ഒരാൾ ഇപ്പോൾ ഇവിടുത്തെ സിസ്റ്റങ്ങളെ കുറിച്ച് കുറച്ചൊരു മിനിമൽ നോളജ് എങ്കിലും ഉള്ള ആൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫാർമേനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൽ കൂടി ആ പ്രോസസ്സിൽ കൂടി കടന്നുപോയ ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് നോക്കി കാണുന്നൊരു വ്യൂ ആയിരിക്കില്ല ഉള്ളിൽ കൂടി ആ പ്രോസസ്സ് കൂടി പോകുന്ന ഒരാളുടെ അനുഭവങ്ങൾ. അപ്പോൾ എനിക്ക് ഫാർമയിലെ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഫാർമയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അയർലൻഡിലേക്ക് വരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അയർലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങളെ റിക്വയർമെൻറ്റ് എന്താണ് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ചെയ്യാം. അയർലൻഡ് ഒബ്വിയസ്ലി നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ
നിങ്ങൾ താല്പര്യങ്ങൾ എന്താണോ അതനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലുത്. അപ്പോൾ ഇപ്പോൾ അയർലൻഡിലെ കോളേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ് സിസ്റ്റവും റാങ്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ റാങ്കിങ്ങിൻ്റെ പിന്നാലെ പോകുന്നതിൽ അർത്ഥമില്ല. മെയിനായിട്ട് കോഴ്സിൻ്റെ ക്വാളിറ്റി, കണ്ടൻറ് എന്താണ്, അത് നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ കൊണ്ടുവരും എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കേണ്ടത്. ഇപ്പോൾ UCDയിലുള്ള ഒരു കോഴ്സ് ചിലപ്പോൾ DITയിലുള്ള ഒരു കോഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് നമുക്കൊരിക്കലും ഇപ്പോൾ DITയിലൊരു കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഡാറ്റ അനലിറ്റിക്സ് ഒരു കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ ലെവലും UCDയിലുള്ള അതേ കോഴ്സിൻ്റെ ലെവലും നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഓരോ കോളേജുകളുടെയും ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് അത് നമുക്ക് കൊണ്ടുവരുന്ന വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ UCDയിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽ, അതേപോലത്തെ ബയോടെക്നോളജി, ബയോടെക് ആൻഡ് ബിസിനസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യം തോന്നിയൊരു കോഴ്സാണ് ഞാനെടുത്തത്. അപ്പോൾ നിങ്ങൾ കോളേജിനെക്കാട്ടിലും ഉപരിയായിട്ട് കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാർമയിലെ ഒരു സ്കോപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ എന്താ പറയുക, ഒരു ചേഞ്ച് ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ബ്രെക്സിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പാക്റ്റുകൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഫാർമ ഫീൽഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞ പോലെ കുറേ കമ്പനീസ് യൂറോപ്പിൽ വേറെ രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല കമ്പനീസും വലിയ വലിയ കമ്പനീസ്, അതായത് ഏഷ്യയിലുള്ളതും മിഡിൽ ഈസ്റ്റിലുള്ളതുമായിട്ടുള്ള പല കമ്പനീസ് ഈ യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് യൂറോപ്പിൽ തന്നെ പെർട്ടിക്കുലർലി അയർലൻഡ്. ഇപ്പോൾ ഞാൻ ഫാർമയിലെ റിക്വയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇവിടെ എപ്പോഴും ഒരു കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്താലും കിട്ടാനുള്ള സാധ്യതകൾ കുറേ കൂടുതലാണ്. കാരണം റോൾസ് എല്ലാ ദിവസം കൂടുന്തോറും പുതിയ റോൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 കൊല്ലം മുന്നില്ലാത്ത റോളുകൾ ഇപ്പം ഉണ്ട്. ഇന്നത്തെ റോളുകൾ ഇപ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയാണ് ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഫാർമയിലുള്ളത്. അയർലൻഡിലെ ഫാർമ കമ്പനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഗ്ലോബൽ ലീഡേഴ്സായിട്ടുള്ള പല കമ്പനീസും അയർലൻഡിൽ ബേസ്ഡുള്ള കമ്പനീസാണ്. ഇപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഫൈസർ, നോവാർട്ടിസ്, ടക്കീഡ, അതേപോലെയുള്ള കമ്പനികൾ, GSK, ഇങ്ങനെയുള്ള വലിയ കമ്പനീസൊക്കെ അയർലൻഡിൽ ബേസ്ഡുള്ള കമ്പനീസാണ്. ഇവർക്കൊക്കെ കണ്ടിന്യൂസ്ലി റിക്രൂട്ട്മെൻറ്റ് നീഡുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം കമ്പനീൻ്റെ പ്രൊഫൈലിൽ കൂടി സ്ഥിരമായിട്ട് പോവുക. എന്താണ് അവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്നുള്ളത് പഠിക്കുക. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ടൈലേർഡ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. ഇനി കോഴ്സുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക. നിങ്ങൾക്കത് എത്രത്തോളം വാല്യൂ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കുക. പിന്നെ ഞാൻ പഠിച്ച കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ ചെയ്തതൊരു മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സാണ്, ബയോഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ UCDയിലാണ് ഞാനത് ചെയ്തത്. പക്ഷേ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അതേ കോഴ്സിന് തന്നെ വരണമെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ റിക്വയർമെൻറ്റ് എപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ള ഭയം കാരണം നിങ്ങൾ ഒരിക്കലും അതിന് ശ്രമിക്കാതിരിക്കരുത്. കിട്ടും എന്തായാലും. കുറച്ച് ചിലപ്പോൾ എത്രത്തോളം സമയം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ അതാണ് അശ്വിന് നമ്മളോട് പങ്കുവെക്കാനുണ്ടായിരുന്ന അശ്വിൻ്റെ അനുഭവ കഥയും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ജനറൽ ടിപ്സും. സോ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അശ്വിൻ്റെ Instagram ID താഴെ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പോയി അശ്വിനോട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ട് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. സോ ബാക്കി കൂടുതൽ പറയുന്നതിനൊന്നുമില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.